അപ്രതീക്ഷിതമായി പെയ്തിറങ്ങിയ മഴയുടെ മേൽ റമ്പാൻ ജില്ലയിൽ വലിയ തോതിലുള്ള നാശനഷ്ടങ്ങളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. ഇന്നലെ രാത്രി പെയ്ത കനത്ത മഴയിലും അപ്രതീക്ഷിത മിന്നൽ പ്രളയത്തിലും 30-ലധികം 40-നടുത്ത് വീടുകളാണ് തകർന്നിരിക്കുന്നത്. ഒട്ടനവധി കന്നുകാലികളെയും കാണാതായിരിക്കുന്നു. നിരവധി മണ്ണിനടിയിലായിരിക്കുന്നുവെന്നാണ് സംശയം. മേഘവിസ്ഫോടനത്തിലും പ്രളയത്തിലുമായി ഇതുവരെ 3 മരണങ്ങളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ വരുന്നതേയുള്ളൂ. നിരവധി ആളുകളെ കാണാതായിട്ടുണ്ട്. അവരെക്കുറിച്ചുള്ള അന്വേഷണം നടത്തിപ്പോരുകയാണ്. കനത്ത മഴയിൽ ബാഗ്ന ഗ്രാമത്തിൽ ഒരു വീട് തകർന്നു വീണാണ് 2 കുട്ടികൾ ഉൾപ്പെടെ ഈ 3 പേർ മരണപ്പെട്ടത്. ബാഗ്ന പഞ്ചായത്ത് നിവാസികളായിട്ടുള്ള മുഹമ്മദ് അഖീബ് എന്ന 14-കാരൻ, മുഹമ്മദ് സാക്കിബ് എന്ന 9-കാരൻ, മോഹൻ സിംഗ് എന്ന 75-കാരനുമാണ് മരിച്ചതായി ഇതുവരെയും തിരിച്ചറിഞ്ഞിരിക്കുന്നത്. ഈ പ്രദേശത്ത് നിന്നും ആളുകളെ മാറ്റിപ്പാർപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. മണ്ണിടിച്ചിലിനെ തുടർന്നടച്ച ജമ്മു ശ്രീനഗർ ദേശീയപാതയിലെ ഗതാഗതമൊക്കെ പുനഃസ്ഥാപിക്കാനുള്ള നടപടികൾ വളരെ വേഗത്തിൽ നടത്തിപ്പോരുകയാണ്. ചിനാബ് നദി കരകവിഞ്ഞതിനെ തുടർന്ന് പല മേഖലകളും വെള്ളത്തിനടിയിലായിരിക്കുന്നു. റോഡ് ഏതാണ്, പുഴ ഏതാണെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ പല മേഖലയും മാറുന്നു. റമ്പാനിൽ ഒട്ടനവധി മരങ്ങളാണ് കടപുഴകി വീണിരിക്കുന്നത്. വൈദ്യുതി വിതരണവും മുടങ്ങിയതായിട്ടാണ്, സ്തംഭിച്ചതായിട്ട് തന്നെയാണ് റിപ്പോർട്ട് ലഭിക്കുന്നത്. കഴിഞ്ഞ വ്യാഴാഴ്ച ഈ മേഖലയിൽ ശക്തമായ കാറ്റും മഴയും ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ അതിൻ്റെ തുടർച്ചയായിട്ടാണ് മേഘവിസ്ഫോടനം അപ്രതീക്ഷിതമായി സംഭവിച്ചത്. നിരവധി സ്ഥലങ്ങളിൽ മണ്ണിടിച്ചിലുണ്ടായതായി റിപ്പോർട്ട് ലഭിക്കുന്നുണ്ട്. ദേശീയപാതയിൽ പാറയും ചെളിയും അവശിഷ്ടങ്ങളും മൂടി റോഡൊക്കെ തന്നെ താറുമാറായിരിക്കുന്നു. നിരവധി വാഹനങ്ങൾ കുടുങ്ങിക്കിടക്കുന്നു. ഗതാഗതം പുനഃസ്ഥാപിക്കാനുള്ള കഠിന ശ്രമത്തിൽ തന്നെയാണ് അധികൃതരും. മേഖലയിലേക്കുള്ള യാത്രകളൊക്കെ താൽക്കാലികമായി നിർത്തിവെക്കണമെന്നാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത്. കനത്ത ആലിപ്പഴ വീഴ്ചയും ഈ മേഖലയിൽ സംഭവിക്കുന്നുണ്ട്. മേഖലയിലെ കെട്ടിടങ്ങൾക്ക് സാരമായി നാശനഷ്ടങ്ങൾ സംഭവിച്ചു. വളരെ വേഗത്തിൽ കൺട്രോൾ റൂമും ഈ മേഖലയിൽ സജ്ജീകരിച്ചു. ലോറികൾ അടക്കമുള്ള വാഹനങ്ങൾ പ്രളയജലത്തിലും മണ്ണിലുമൊക്കെ മുങ്ങിക്കിടക്കുന്ന അതിഭീകര ദൃശ്യങ്ങളാണെന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ജമ്മു ശ്രീനഗർ ദേശീയപാതയിൽ നഷ്രിക്കും ബനിഹാലിനും ഇടയിലായി 12ഓളം മേഖലകളിലാണ് ഈ മണ്ണിടിച്ചിൽ സംഭവിച്ചത്. 5 വർഷത്തിനിപ്പുറമാണ് ഇത്രയും ഭീകരമായ, ഇത്രയും ശക്തിയേറിയ കാറ്റും മഴയും ഈ മേഖലയിൽ അനുഭവപ്പെടുന്നതെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. റമ്പാലിലെ ധരൻകുണ്ട് ഗ്രാമത്തിൽ 40ഓളം വീടുകൾ തകർന്നടിഞ്ഞുവെന്ന് വേണം മനസ്സിലാക്കാൻ. 100ഓളം ഗ്രാമീണർ ഇവിടങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നതായി റിപ്പോർട്ടുകളുണ്ട്. വ്യാപകമായ നാശനഷ്ടം തന്നെയാണ് എല്ലാ മേഖലയിലും നമുക്ക് കാണാനായി സാധിക്കുന്നത്. പ്രളയബാധിത മേഖലയിൽ ജമ്മുകശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള നേരിട്ടെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തുന്നുണ്ട്. പ്രളയബാധിതരെ വളരെ വേഗത്തിൽ പുനരധിവസിപ്പിക്കാനുള്ള നടപടി സ്വീകരിക്കുമെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് ഈ സാഹചര്യത്തെക്കുറിച്ച് നിരവധി കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞിട്ടുമുണ്ട്. ഇന്ന് മുഴുവൻ ദുരിതബാധിത മേഖലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ധരംകുണ്ട് പോലീസിന്റെയും ജില്ലാ ഭരണകൂടത്തിന്റെയും നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം തകൃതിയായി പുരോഗമിക്കുന്നുണ്ട്. അതേസമയം ത്രിപുരയിൽ കഴിഞ്ഞ ദിവസം കനത്ത മഴയുണ്ടായിരുന്നു. അതിൽ 400-ലധികം വീടുകളാണ് മുങ്ങിപ്പോയത്, നാശനഷ്ടം സംഭവിച്ചതായി റിപ്പോർട്ടുകൾ പുറത്തു വന്നത്. ഇതിനു മുൻപ് കേരളത്തിലും സമാനമായൊരു മേഘവിസ്ഫോടനം സംഭവിച്ചിരുന്നു. മലയാളികളെ സംബന്ധിച്ച് അതൊരു പുതിയ അറിവായി തന്നെ മാറിയിരുന്നു. കളമശ്ശേരിയിലായിരുന്നു ആ സംഭവം. കളമശ്ശേരിയിലെ കനത്ത മഴയ്ക്ക് പിന്നിൽ മേഘവിസ്ഫോടനമാണെന്ന് തൊട്ടു പിന്നാലെ തന്നെ കുസാറ്റ് അധികൃതർ സ്ഥിരീകരണം നടത്തുകയും ചെയ്തു. കേവലം 1.5 മണിക്കൂർ കൊണ്ട് 100 മില്ലിമീറ്റർ മഴ പെയ്തു എന്നാണ് കുസാറ്റിലെ അസോസിയേറ്റ് പ്രൊഫസറായിട്ടുള്ള എസ് അഭിലാഷ് അന്ന് വ്യക്തമാക്കിയത്. കുസാറ്റിൻ്റെ മഴ മാപിനിയിലാണ് ഇതേക്കുറിച്ചുള്ള കൃത്യമായ രേഖപ്പെടുത്തൽ ഉണ്ടായിരിക്കുന്നത്. കാക്കനാട് ഇൻഫോ പാർക്കിൽ വെള്ളക്കെട്ട് അതിരൂക്ഷമാക്കി മാറിയതും ഏതാനും നിമിഷങ്ങൾക്കുള്ളിലായിരുന്നു. നഗരത്തിൽ പലയിടത്തും കനത്ത ഗതാഗത കുരുക്കുണ്ടായി. വാഹനങ്ങളൊക്കെ കുടുങ്ങിയിരുന്നു. എന്നാൽ ഈ മേഘവിസ്ഫോടനമെന്ന് പറയുമ്പോൾ എന്താണ് ശരിക്കും മേഘവിസ്ഫോടനമെന്ന് ചോദിച്ചാൽ, ലളിതമായി പറഞ്ഞാൽ വളരെ കുറഞ്ഞ സമയത്തിനകം ഒരു മേഖലയിൽ അതിശക്തമായി ഉണ്ടാകുന്ന പേമാരിയെ നമുക്ക് മേഘവിസ്ഫോടനമെന്ന ഒറ്റ വാക്കിൽ നിർവചിക്കാൻ കഴിയും. ക്ലൗഡ് ബേസ്റ്റ് എന്നാണ് പറയുന്നത്. ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ വലിയ മഴയുണ്ടാകുമ്പോൾ അതുമൂലമുണ്ടാകുന്ന ഭവിഷ്യത്ത് അതും അതിഭീകരമായിരിക്കും. മേഘവിസ്ഫോടനം ഉണ്ടാകുന്ന മേഖലകളിൽ വെള്ളപ്പൊക്കവും ഉരുൾപൊട്ടലും പ്രളയസമാനമായ സാഹചര്യങ്ങളും ഒക്കെ തന്നെ ഉണ്ടാകുന്നു. കാറ്റും ഇടിയും മിന്നലും കൂടിയാകുന്നതോടെ ആ പ്രദേശം ശരിക്കും വലിയ പ്രളയത്തിലാകും എന്ന കാര്യത്തിൽ സംശയമില്ല. അതിഭീകരമായ നാശനഷ്ടങ്ങൾ സംഭവിക്കും. കെട്ടിടങ്ങൾ നിലംപൊത്താം, മരങ്ങൾ കടപുഴകാം, നിരവധി ആളുകൾക്ക് ജീവനാശം സംഭവിക്കാം, കന്നുകാലികളൊക്കെ തന്നെ മരണപ്പെടാം. മേഘങ്ങളുടെ രാജാവെന്നറിയപ്പെടുന്ന കുമുലോ നിംബസ് മേഘങ്ങളുടെ സാന്നിധ്യമാണ് ഈ പ്രതിഭാസത്തിന് പ്രധാനമായും കാരണമാകുന്നത്. മണിക്കൂറിൽ 10 സെന്റിമീറ്റർ മഴ പെയ്താൽ അതിനെ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മേഘവിസ്ഫോടനമെന്നാണ് വിശേഷിപ്പിക്കുന്നത്. 2 മണിക്കൂർ കൊണ്ട് 5 സെന്റിമീറ്റർ, അതായത് 50 മില്ലിമീറ്റർ മഴയാണെങ്കിൽ പോലും
കേരളം പോലെയുള്ള പരിസ്ഥിതി ലോല പ്രദേശങ്ങളിൽ വലിയ നാശനഷ്ടം തന്നെയായിരിക്കും അത് വിതയ്ക്കുന്നത്. അതിന് മേഘവിസ്ഫോടനം തന്നെ ഉണ്ടാകണമെന്ന് നിർബന്ധവുമില്ല. ഇതുപോലുള്ള മഴകളെ മിനി ക്ലൗബസ് എന്ന് വിളിക്കാറുണ്ട്, അതായത് ലഘു മേഘവിസ്ഫോടനം എന്ന് വിളിക്കാറുണ്ട്. മേഘവിസ്ഫോടനം ഉണ്ടാകുന്നത് വളരെ നേരത്തെ തിരിച്ചറിയാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ അതേറെ ബുദ്ധിമുട്ടാണെന്ന് വേണം ഇപ്പോഴും പറയേണ്ടത്. അതുകൊണ്ട് തന്നെ ഇതിനെ പ്രതീക്ഷിക്കാൻ സാധിക്കില്ല, കാലാവസ്ഥാ പ്രവചനത്തിലൂടെ മുൻകൂട്ടി കണ്ടെത്താനും കഴിയില്ല എന്നുള്ളതാണ് മറ്റൊരു വശം. 3-4 മണിക്കൂർ മുന്നേ മാത്രമേ റഡാറിലോ സാറ്റലൈറ്റ് ചിത്രങ്ങളിലൂടെയോ ഇവയെക്കുറിച്ചുള്ള സൂചനകൾ പോലും ലഭിക്കുകയുള്ളൂ. എന്താണ് ശരിക്കും മേഘവിസ്ഫോടനത്തിന് കാരണമാകുന്നതെന്ന് ചോദിച്ചാൽ വിദഗ്ധർ തന്നെ പറയുന്ന വ്യക്തമായ ഉത്തരമുണ്ട്. മേഘങ്ങൾ തന്നെ വലിപ്പച്ചെറുപ്പമുള്ളവയുണ്ട്. മേഘങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും വലിപ്പമേറിയ ഇനമാണ് നേരത്തെ പരാമർശിച്ച മഴമേഘങ്ങളായ ക്യുമുലോനിംബസ്. ഈ മേഘങ്ങൾ തന്നെയാണ് മേഘവിസ്ഫോടനം സംഭവിപ്പിക്കുന്നത്. എന്നാൽ എല്ലാ ക്യുമുലോനിംബസ് മേഘങ്ങളും മേഘവിസ്ഫോടനം ഉണ്ടാക്കുന്നില്ല. മേഘസ്ഫോടനത്തിന് കാരണമാകുന്ന മേഘങ്ങൾക്ക് ചില പ്രത്യേകതകൾ കൂടി കാണും. പണ്ട് ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചതനുസരിച്ച് ഈർപ്പം നിറഞ്ഞ ഒരു വായുപ്രവാഹം ഭൗമ ഉപരിതലത്തിൽ നിന്നും അന്തരീക്ഷത്തിൻ്റെ മുകൾ തട്ടിലേക്ക് ഉയരുകയും ഘനീഭവിക്കുകയും ചെയ്യുമ്പോഴാണ് മേഘങ്ങൾ ഉണ്ടാകുന്നത്. അവയിൽ തന്നെ സവിശേഷ സ്വഭാവമുള്ള ക്യുമുലോനിംബസ് മേഘങ്ങൾ രൂപപ്പെട്ടാൽ അന്തരീക്ഷത്തിൻ്റെ താഴെ തട്ടിൽ നിന്ന് തുടങ്ങി 15 കിലോമീറ്റർ ഉയരത്തിൽ വരെയാണ് അവ എത്തുന്നത്. ഇങ്ങനെ ഉണ്ടാകുന്ന പടുകൂറ്റൻ ക്യുമുലോനിംബസ് മേഘങ്ങളായിരിക്കും മേഘവിസ്ഫോടനത്തിന് കാരണമാകുന്നത്. ഇവയ്ക്കുള്ളിൽ അതിശക്തമായൊരു വായുപ്രവാഹം ചാക്രമണ രീതിയിൽ രൂപപ്പെട്ട് ഇത് മേഘത്തിൻ്റെ നടുഭാഗത്തുകൂടി മുകളിലേക്ക് ഉയർന്ന ഈ പ്രക്രിയയുടെ ഭാഗമായി മേഘങ്ങളുടെ താഴെ തട്ടിൽ ജലകണങ്ങളും മുകളറ്റത്ത് ഐസ് ക്രിസ്റ്റലുകളും ഉണ്ടാകുന്നു. അന്തരീക്ഷത്തിൻ്റെ മുകൾ തട്ടിലേക്ക് വേഗത്തിലെത്തുന്ന ക്യുമുലോനിംബസ് മേഘങ്ങൾ ഇവ രൂപപ്പെടുന്ന സ്ഥലത്തെ പ്രത്യേകതകൾ കാരണം പതിവിലും ഉയർന്ന അളവിൽ അന്തരീക്ഷ ഈർപ്പം വഹിക്കും. ഭൗമാന്തരീക്ഷത്തിൻ്റെ 10 കിലോമീറ്ററിലും മുകളിലത്തെ താപനില -40 മുതൽ -60 ഡിഗ്രി സെൽഷ്യസ് വരെയാണ്. ഇത് കാരണം ഈർപ്പം സ്വാഭാവികമായും മഞ്ഞുകണങ്ങളായി മാറും. ഈ കാറ്റിൻ്റെ മുകളിലേക്കുള്ള പ്രവാഹം കുറച്ച് ശമിക്കുന്നതോടുകൂടി മഞ്ഞുകണങ്ങൾ ഭൂഗുരുത്വാകർഷണത്തിൽപ്പെട്ട് താഴേക്ക് പതിക്കും. വലിയ മഞ്ഞുകണങ്ങൾ കൂടുതൽ ചെറിയ കണങ്ങളായി മാറും. ഭൂമിയുടെ ഉപരിതലത്തിനടുത്തെത്തുമ്പോൾ അന്തരീക്ഷ താപനില ഉയരുന്നത് കൊണ്ട് തന്നെ മഞ്ഞുകണങ്ങൾ ജലത്തുള്ളിയായി മാറും. ഇത് ശക്തമായ മഴയായി പെയ്തിറങ്ങും ഭൂമിയിലേക്ക്. ഇതാണ് സംഭവിക്കുന്നത്. ഇത്തരത്തിലുള്ള മഴമേഘങ്ങളെ ഏറെ ഭയപ്പെടണം എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. അതേസമയം കേരളത്തിലും അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യത നേരത്തെ പ്രവചിക്കപ്പെട്ടിരുന്നു. സംസ്ഥാനത്ത് നിന്നും ഒറ്റപ്പെട്ട മഴയ്ക്കുള്ള സാധ്യതയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇപ്പോൾ പറയുന്നത്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്നത്. വ്യാഴാഴ്ച വരെ മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിൻ്റെ മുന്നറിയിപ്പ്. ഇടിമിന്നൽ അപകടകാരികളായതുകൊണ്ട് തന്നെ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന മുന്നറിയിപ്പാണ് നൽകുന്നത്. മറുഭാഗത്ത് കനത്ത ചൂടും നിലനിൽക്കുന്നുണ്ട്. കോഴിക്കോട്, പാലക്കാട് ജില്ലകളിലാണ് ഏറ്റവും ഉയർന്ന താപനില 37 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരുന്നത്. തിരുവനന്തപുരം, കൊല്ലം, തൃശൂർ, മലപ്പുറം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഉയർന്ന താപനില 36 ഡിഗ്രി സെൽഷ്യസ് വരെയും ഉയരാൻ സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്നത്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കേരള തീരത്ത് ഇന്ന് രാത്രി 11:30 വരെ 0.3 മീറ്റർ മുതൽ 0.9 മീറ്റർ വരെ ഉയർന്ന തിരമാലകൾ കാരണം കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്നാണ് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം പറയുന്നത്.